തൊപ്പിയുണ്ട് കാണുമ്പോഴേ മനസ്സിലാവും. ഇന്ന് ഞാൻ ഒരു കൊച്ചു സ്റ്റാർ ആയിട്ടാണ് വന്നേക്കുന്നത്. ട്യൂട്ടോറിയലാണ്, സ്റ്റാർ ട്യൂട്ടോറിയൽ. 5 പേപ്പറുണ്ട് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാം. അപ്പോൾ അത് നേരെ വീഡിയോ ഇടും. അപ്പോൾ ഗൈസ് ആണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ ഒരു പേപ്പർ എടുത്ത് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മടുക്കുക. ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ആണ്ട് തന്നെ ഇങ്ങനെ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടുക്കുക. ഞാൻ എങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ മടുക്കുക. എന്നിട്ട് കണ്ട കറക്റ്റാണ് ഞാൻ പ്രൂവ് വരട്ടെ. കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലത്ത് നമ്മുടെ സ്കെയിലുണ്ട് അത് നോക്കിയിട്ട് അവിടെ വരയിടുക. കറക്റ്റ് എൻ്റെ അവിടെ അവസാനിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വരയിടുക. സോറി കേസ് ഒരു ഗ്രീൻ പേപ്പർ പറഞ്ഞു വന്നിട്ട് അവിടെ എഴുന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് മടിക്കി വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യുക. കണ്ട ഇങ്ങനെ മടിക്കി വെച്ചിട്ട് കറക്റ്റ് അളവ് ആണ് പ്രൂവ് വരട്ടി കഴിഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ട ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ ഗൈസ്. എല്ലാം കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് അളവാക്കിയിട്ട് വരാം. ഇപ്പോൾ ഈ സ്റ്റേ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റാണ് ഇപ്പോൾ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ആ ഒരു വര കണ്ട ആ ഒരു ഇതാക്കി ആ ഒരു വരേൻ്റെ അവിടെ മുട്ടിക്കുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇതാക്കി മടക്കി കൊടുക്കുക. ആ വര മുട്ടണം, കറക്റ്റ് ആ ഒരു മടിക്കുക വര മുട്ടണം. അങ്ങനെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് ആ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പ്രൂവ് വരട്ടാൻ വേണ്ടി ഒരു പെൻസിൽ കൊണ്ടിട്ട് അവിടെ മാർക്ക് എടുത്ത് അവിടെ മുട്ടുണ്ടാണ് നോക്കുക. ഇങ്ങനെ എന്നിട്ട് കറക്റ്റ് അവിടെ ഒന്ന് കറക്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊന്ന് ഈ ഒരു പേപ്പർ ഒട്ടിക്കല്ല നേരെ ചൊവ്വ ഇതാക്കുക, മടുക്കുക. എന്നിട്ട് എന്തായാലും രണ്ടും കൂടെ ഒന്ന് വെച്ച് നോക്കുക, കറക്റ്റാണ് നോക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും അളവുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നോക്കുക. എന്നിട്ട് നമ്മൾ ഒരു പശ എടുത്തിട്ട് ഫെവിക്കിക്ക് പറ്റൂല, ഫെവിക്കോൾ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതാക്കണം. വേഗം ഇട്ടിട്ട് പശ എടുത്തിട്ട് ഇതാക്കണം, ഇങ്ങനെ തേച്ച് കൊടുക്കണം. എന്നിട്ട് എന്തെങ്കിലും അതിൻ്റെ മുകളിൽ കൂടെ ഒരു പേപ്പർ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി മുട്ടാടി നോക്കണം കേട്ടോ ഗൈസ്. ബാക്കിൽ സ്പ്രെഡാകാൻ പാടില്ല, പിന്നെ പണി പാടും. അത് കാരണം നിങ്ങൾ ഒരു സ്കെയിൽ എടുത്തിട്ട് അവിടെ നോക്കാതെ എന്തെങ്കിലും ഒട്ടിയിട്ടുണ്ടാണ് അവിടെ ബാക്കിലല്ല ഗൈസ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒട്ടാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു കോൺ ഷേപ്പ് ഇട്ടിട്ടില്ല നമ്മുടെ ഇതിൻ്റെ. അതേപോലത്തെ ഒരു 5 ഒന്ന് ഉണ്ടാക്കുക. അതിന് നേരെ പിടിയിട്ടില്ല, ഈ 5 ഉണ്ടാക്കുക. എന്നിട്ട് എന്തായാലും അതൊക്കെ ലെയറായിട്ട് വെക്കുക. ഇങ്ങനെ ലെയറായിട്ട് വെക്കുക. 1 by 1 ആയിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഒരു ബിൽഡിങ് പോലെ വെക്കുക. ഇങ്ങനെ കുറച്ച് ഇതായിരിക്കണം. എൻ്റെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറിന് ഇതാകും, അതിനൊക്കെ ബാധിക്കും. നമ്മുടെ സ്റ്റാറിന് ബാധിക്കും. കാരണം ഇങ്ങനെ കുറച്ചായിട്ട് ഈക്വലായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇനി മാത്സിൻ്റെ ഇതാണ്. എൻ്റെ സിമ്പിളാണ് ഐസ്. എൻ്റെ ആ ഒരു ചെടിയുടെ ഭാഗത്തിൽ കൂടെ ഒന്ന് സ്കെയിലുണ്ട് നോക്കുക, കുറച്ചാണ്. എന്നിട്ട് അവിടെ വരയിട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എൻ്റെ ഐസ് അത് കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ ഇത് നോക്കി കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ എന്നിട്ട് 3 സെൻറ്റിമീറ്റർ മുകളിലോട്ട് 3 സെൻറ്റിമീറ്റർ മുകളിലോട്ട് ഇതാക്കിയിട്ട് 3 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമ്മൾ എൻ്റെ ഇങ്ങോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് മുട്ടുന്ന രീതിയിൽ ഇതാക്കുക. ഒരു ഫസ്റ്റത്തെ ഒരു സെൻറ്ററിട്ടിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് വെക്കണം. അങ്ങനെ 2 സൈഡിലും ചെയ്യുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. 2 സൈഡും കാണുന്ന പോലെ എന്തെങ്കിലും കട്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു
കട്ട് ഉണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ കറച്ചായിട്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് കുറച്ച് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു വേസ്റ്റൊക്കെ കൊണ്ട് ഇതൊരു കളയാം. ഇതുണ്ട് ഇങ്ങനെ ഇരിക്കും എല്ലാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതെല്ലാം കൂടെ എന്തായാലും മാറ്റണം, പിരിക്കണം എല്ലാവരെയും. ഇതുണ്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മളുടെ സ്കെയിലെടുത്തിട്ട് കണ്ട 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അങ്ങനെ എൻ്റെ മാർക്ക് ചെയ്ത പോലെ ഒന്ന് വെച്ച് ചെയ്യുക. എല്ലാവരുടെയും ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരെണ്ണത്തിൽ ചെയ്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് കഴിഞ്ഞിട്ട് മുകളിൽ കൂടെ വെട്ടിക്കൊടുത്താൽ മതി. കറക്റ്റ് ആയിട്ട് വെട്ടണം, അനാട്ടറായിട്ട് വെട്ടില്ല. കറക്റ്റായിട്ട് വെട്ടുകയാണെങ്കിൽ ഇതാവും. കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് വെട്ടണം. എൻ്റെ ഞാൻ കാണിച്ച പാച്ചിങ്ങിൽ ഇതേ കണ്ട ഇങ്ങനെ വെട്ടണം. അപ്പുറത്തെ സൈഡിൽ നടുക്കിൽ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആയിട്ട് അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഗൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റെ നടുവൊന്ന് മടുക്കാം. ചെയ്ത് വെച്ചാൽ ഇതൊന്ന് മടുക്കിയിട്ട് കുറച്ച് ഇതാക്കുക. ഇങ്ങനെ മടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെയാണ് മടുക്കുക. ഒരു രീതിയിൽ മടുക്കുക. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ മടുക്കുക. അങ്ങനെ മടുക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് അപ്പുറത്തെ സൈഡിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഒരു സൈഡിൽ എൻ്റെ വേണം, ഒരു സൈഡിൽ വേണ്ട, അങ്ങനെ ഇതാക്കുക ചെയ്യുക. പിന്നെ ഇതാക്കണം. ഇങ്ങനെ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം വെട്ടി കഴിഞ്ഞിട്ട്. ഓക്കെ ഗൈസ് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കണ്ട ഇപ്പോൾ ഒരു സൈഡിലുണ്ട്, ഒരു സൈഡിലില്ല. അങ്ങനെ ഇതാക്കുക. അതുപോലെ തന്നെ ഇതെല്ലാം അങ്ങനെ ചെയ്ത് വെച്ചിട്ട് വരാം ഗൈസ്. എല്ലാം ചെയ്ത് വെച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് എല്ലാം ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേസ്റ്റൊക്കെ അവിടെ ഉണ്ട്, അങ്ങനെ ശ്രദ്ധിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പശ ഉണ്ട്. ആ പശ ഒരു സൈഡ് ഉണ്ടെങ്കിൽ ആ ഒരു സൈഡിലോട്ട് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ കാണിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കൈ കൊണ്ട് അല്ലെങ്കിൽ തുണി കൊണ്ട് എന്തെങ്കിലും ചെയ്യുക. ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത സൈഡില്ലാത്ത ഭാഗമില്ലേ, ആ സൈഡില്ലാത്ത ഭാഗം അതിലോട്ടൊന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു സൈഡിൻ്റെ ഭാഗം എടുത്തിട്ട് ഇങ്ങോട്ട് മടുക്കുക. അതിൻ്റെ അകത്തോട്ടൊന്ന് മടുക്കി കൊടുക്കുക. അകത്തോട്ട് കണ്ട ഇങ്ങനെ കാണിക്കുന്ന പോലെ അതിൻ്റെ അകത്തോട്ട് മടുക്കുക. ഇങ്ങോട്ട് വരട്ടില്ല. അകത്തോട്ട് സൈഡിലോട്ട് സൈഡ് കൊടുക്കുക. അങ്ങനെ അകത്തോട്ട് മടുക്കി കൊടുക്കുക. ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുക. അങ്ങനെ കണ്ടെയ്ന് കാണിക്കുന്ന പോലെ എന്തെങ്കിലും ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുക. ഇനിയിപ്പോൾ 2 കോണ് പോലെ ഇല്ലേ, അതാണ് അങ്ങനെയാണ് കാരണം ഇങ്ങനെ ഇല്ലേ ഗൈസ്. ഇനി എല്ലാം ചെയ്യണം. ഇനി എല്ലാം ഞാൻ ചെയ്തിട്ട് വരാം ഗൈസ്. ഇനി എല്ലാം ചെയ്തിട്ട് ഗൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതാണ് നമുക്ക് ഇത് ഉണ്ട്, കയറുണ്ട്. എല്ലാവരും എങ്ങനെ കെട്ടല്ലേ, അല്ലെങ്കിൽ എങ്ങനെ മടുക്കും. അപ്പോൾ കയർ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് മുകളിലോട്ട് അപ്പ് ഇടയിട്ട് അവിടെ ഒരു കുരുവല്ല ഒരു ഇതിടുക, ഒരു അങ്ങനെയുണ്ട് പറയാം. ഒരു ഹോളിടുക. അങ്ങനെ 2 സൈഡിൽ ഹോളിടുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ 2 സൈഡിലോട്ട് ഹോളിടുക. എന്നിട്ട് ഒരു കയർ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കയറ്റുക. എൻ്റെ അകത്തോട്ട് ഹോൾ ചെറിയ ടൈപ്പോയി ഇടണം. ഇങ്ങനെ കയറ്റുക. കയറ്റി കഴിഞ്ഞിട്ട് എൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ എടുത്തിട്ട് അവിടെ നിന്ന് കെട്ടിക്കൊടുക്കുക. അപ്പുറത്തെ സൈഡിൽ നിന്ന് കെട്ടിക്കൊടുക്കുക.
ഇങ്ങനെ കെട്ടി കൊടുക്കുക. എന്നിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോക്കായി. അവിടെ ലോക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത സീഡ് അതേപോലെ തന്നെ റിപ്പീറ്റ് ഉണ്ട്. അവിടെ എന്താണ് വലിക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകട്ടിൽ കൂടെ ഒന്ന് ഇതാക്കുക. അതിൻ്റെ അകട്ടിൽ കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. എൻ്റെ കാണിക്കുന്ന പോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. പിന്നെ ഈ കെട്ടിക്കൊടുത്ത് ഇപ്പോൾ ലോക്കായി ആ സൈഡും ഈ സൈഡും. ഇനി നമുക്ക് സ്റ്റാർ ഇതാക്കാം. ഞാൻ വന്നു ഇത് കണ്ടോ, ഇത്രത്തോളം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ഇതാണ്. അത് തന്നെ കുറച്ച് ഓവറായിപ്പോയി കയറ് കാരണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇട്ട് കയറും, ഇവിടെ ഒന്ന് കുറച്ച് കളയുക. ഇതിന് അളവൊന്നും നോക്കണ്ട, ഭയങ്കര ചെറുതായി പോകുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കെട്ടൽ നമുക്ക് കിട്ടാം. കിട്ടിയിടാം. എനിക്ക് കിട്ടാമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ക്യാമറമാൻ ചെന്ന് സഹായിക്കേണ്ടി വന്നു. ക്യാമറമാനല്ലേ, അവിടെ സ്റ്റാൻഡാണ്. അടുത്ത വീഡിയോ ചെയ്യേണ്ട വരും കേട്ടോ. എന്റെ വീഡിയോ വരും. പിന്നെ ഞാൻ ഇതിനെപ്പോലെ വീഡിയോ ക്യാമറമാനായിട്ട് നിൽക്കുന്ന വെച്ചിട്ട് മേക്കപ്പ് ഒന്നും പഠിച്ചില്ല. അപ്പം ഒന്നുമില്ലല്ലോ. അയ്യോ, നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൻ ചെയ്യണ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് കഴിയണ പോലെ ഉണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ 2-3 മണിക്കൂർ കഷ്ടപ്പാടുണ്ട്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കാട്ടോ. പിന്നെ നിങ്ങളൊന്ന് ചെയ്ത് ശ്രമിച്ചു നോക്കുക. കടയിൽ നിന്ന് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിയായിട്ട് ഒത്തിരി സന്തോഷമാണ്. കാശ് ലാഭിക്കാം, അതേപോലെ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. നല്ല ഇത് കിട്ടും. ചെറിയൊരു ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ എടുത്തരാം. കൊച്ചി കെട്ടാറില്ല. പ്ലീസ് കെട്ടിയത് രീതി കാണിച്ചില്ല. എനിക്കങ്ങനെ കിട്ടാമെന്ന് അറിയില്ല. പാവം കൊച്ചാണ്. 2000 years later. അപ്പോൾ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. കാണിച്ചുതരാം. ഇതാണ് സ്റ്റാർ. കുറച്ച് മെലിഞ്ഞു പോയി. ഇങ്ങനെ ചാർട്ട് പേപ്പർ ആയിട്ട് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ചാർട്ട് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് A4 ഷീറ്റിൻ്റെ എത്ര ഉണ്ടായിട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. 4 ഇതാണ് ഇപ്പം ഞാൻ ഉണ്ട് ഈ സ്റ്റാർ. അപ്പോൾ നീ ഒന്ന് പറയുക, കമൻറ്റ് പറയുക, ഇതെങ്ങനെ നീ എത്ര ഐറ്റി കൊടുക്കണം നിങ്ങൾ പറയുക. 0 out of അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറയുക. അപ്പോൾ ഇനി ഇത്രയും ഇന്നത്തെ വീഡിയോ അപ്പോൾ